വെൽക്കം ടു ലേൺ വിത്ത് റീന മിസ്. നമ്മളപ്പോൾ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പോർഷൻ എത്തി. വെലോസിറ്റി പഠിച്ചു, സ്പീഡ്, ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, ഇതൊക്കെ നമ്മൾ പഠിച്ചു. നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്നറിയാം, ഇന്ന് ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പോർഷനായിട്ടുള്ള ആക്സിലറേഷനാണ്. നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടാവുമെന്ന് മിസ് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ആക്സിലറേഷൻ്റെ ടോപ്പിക്ക് തുടങ്ങിയാലോ? എങ്ങനെയാണ് ആക്സിലറേഷൻ, എന്തൊക്കെയാണ് നമ്മളോട് ആക്സിലറേഷനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതെന്ന് തുടങ്ങിയാലോ? അപ്പോൾ നമുക്ക് നോക്കാം ആക്സിലറേഷൻ എന്താണെന്നുള്ളത് കേട്ടോ. നോക്കൂ, എന്താണ് ടെക്സ്റ്റ് ബുക്കിൽ ആക്സിലറേഷനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾ ആക്സിലറേറ്റർ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ആക്സിലറേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടിയിൽ ഉണ്ടാവുന്ന ഒരു ഇതാണല്ലേ, സ്പീഡ് കൂട്ടാനും ഒക്കെ വേണ്ടിയിട്ടുള്ളൊരു സാധനത്തിന് നമ്മൾ പറയുന്ന പേരാണ് ആക്സിലറേറ്റർ. അപ്പോൾ ഈ വേർഡിൽ നിന്നാണ് ആക്സിലറേഷൻ എന്ന വേർഡിൽ നിന്നാണ് ആക്സിലറേറ്റർ ഉണ്ടായത്. അപ്പോൾ എന്താണ് ആക്സിലറേഷൻ നമുക്ക് നോക്കാം. നോക്കൂ, ഇമാജിൻ ദാറ്റ് യു ആർ സിറ്റിംഗ് ഇൻസൈഡ് എ കാർ. അപ്പോൾ നമ്മളൊരു കാറിൽ പോവാണ്. ദ വെലോസിറ്റി ഓഫ് ദ കാർ കീപ്സ് ഓൺ ചേഞ്ചിങ് വെൻ ഇറ്റ് സ്റ്റാർട്ട്സ് ആൻഡ് മൂവ്സ് ഫോർവേഡ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ കാർ നമ്മൾ സ്ട്രെയിറ്റ് ലൈനിലാണ് പോകുന്നത്. അപ്പോൾ കാറിൻ്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഹൗ ഡസ് എ ഡ്രൈവർ മാനേജ് ദിസ്? അപ്പോൾ ഇത് എങ്ങനെയാണ് കാറിൻ്റെ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത്? നമുക്കറിയാം, ആക്സിലറേറ്ററിൽ കാലമർത്തുമ്പോഴാണ് സ്പീഡ് കൂടുന്നത് അല്ലേ? How does the driver manage this? Observe the figure showing the use of a device used for bringing about change in velocity named accelerator. അപ്പോൾ നമ്മുടെ വെലോസിറ്റി അല്ലെങ്കിൽ നമ്മുടെ സ്പീഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വണ്ടികൾ ഉപയോഗിക്കുന്നതാണ് എന്ത്? ആക്സിലറേറ്റർ എന്ന് പറയുന്നത്. ഇനി നമുക്കിപ്പം വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എന്താണ് ആക്സിലറേഷൻ എന്നുള്ളതാണ് മിസ് പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങൾ ആക്സിലറേഷൻ കൊണ്ട് എന്താണ് മനസ്സിലാക്കുന്നത്? വാട്ട് ഡു യു മീൻ ബൈ ആക്സിലറേഷൻ, റൈറ്റ്? അപ്പോൾ എ കാർ ഇസ് സ്റ്റാർട്ടഡ് ഫ്രം ദ പോയിന്റ് എ ആൻഡ് ഇറ്റ് ട്രാവൽസ് ടു ദ പോയിന്റ് എഫ്. ഡിഫറെൻറ്റ് ഇൻ്റർവെൽസ് ആർ ഗിവൺ ആൻഡ് ഡിഫറെൻറ്റ് സ്പീഡ് ഓഫ് ദ കാർ ഇസ് ഓൾസോ ഗിവൺ ഇൻ ദിസ് ഫിഗർ. നോക്കൂ, from A to B the car takes 5 seconds. The time taken by the car is 5 seconds and the velocity changes from 0 meter per second to 5 meter per second. Then from B to C 5 meter per second to 10 meter per second. Then what is the change in velocity? 5 meter per second. Change in time or time interval, 5 seconds to 10 seconds means it is 5 seconds. നമുക്കിവിടെ ഒരു കോളം ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് പേജിൽ ഒരു കോളം കൊടുത്തിട്ടുണ്ട്, നമുക്കത് ഫില്ല് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓർത്ത് വയ്ക്കുക എന്തൊക്കെയാണെന്നുള്ളത്. ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈം ഇൻ്റർവെൽസ് ആണ് തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് 5 സെക്കൻഡ്, ഇത് നമുക്കറിയാം അല്ലേ? 0 to 5 meter per second എന്ന് പറഞ്ഞാൽ 5 meter per second ആണ്. Then 5 meter per second to 10 meter per second means the velocity changes 5 meter per second. And the time taken for that change is 5 seconds. Then from C to D, what is that? The velocity keeps on constant, 10 meter per second, 10 meter per second. Its speed doesn't changes. Then the time taken is 10 seconds to 15 seconds, 5 seconds. അതായത് 5 seconds കൊണ്ട് അതിൻ്റെ വെലോസിറ്റി മാറുന്നില്ല. ഇറ്റ് ഇസ് സ്റ്റഡി 10 meter per second ആയിട്ട് തന്നെ അവിടെ നിൽക്കുകയാണ്. Then the time from 15 seconds to 20 seconds, that is the interval is 5 seconds. Then the velocity decreases 10 meter per second ൽ നിന്നും 6 meter per second ആയിട്ട് ഇത് കുറയുകയാണ് ചെയ്തത്. അപ്പോൾ what is the change in velocity? It is 4 meter per second കുറയുകയാണ് ചെയ്തത്. ഞാൻ വേണമെങ്കിൽ -4 എന്നിടാം, റൈറ്റ്? കുറയല്ലേ ചെയ്തത്. Then 6 meter per second to 0. എന്തായി? കാറ് 6 meter per secondലായിരുന്ന വെലോസിറ്റി കുറഞ്ഞിട്ട് കാർ സ്റ്റോപ്പ് ചെയ്തു മീൻസ് വെലോസിറ്റി ബിക്കം 0, മൂവ് ചെയ്യുന്നില്ലല്ലോ. 20 seconds to 25 seconds. ടൈം ഇൻ്റർവെൽ ഈസ് ഓൾസോ 5 seconds. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു കോളം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്രയാണ് വരിക? 6ൽ നിന്നും 0 ആയി എന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ 6 കുറയുകയാണ് ചെയ്തത് അല്ലേ? 6 -6 എന്ന് കൊടുക്കാം മിസ്, റൈറ്റ്? നമുക്ക് ആ ഇത് ഫില്ല് ചെയ്താലോ? നമ്മളൊക്കെ എന്താണ് ആ ടെക്സ്റ്റ് ബുക്കിൽ അതിൽ പറഞ്ഞിട്ടുള്ളത് നോക്കാം. നോക്കൂ, ഇതാണ് നമ്മുടെ
നിങ്ങളെ ഫിഗർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, അത് 2 പേജ് ആയതോടെ മിസ്സിന് ഒന്നിച്ചെടുക്കാൻ പറ്റില്ല, നിങ്ങൾ നോക്കുക കേട്ടോ. ഏകദേശം ഓർമ്മ വയ്ക്കാം. നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നോക്കൂ, ഇനീഷ്യൽ വെലോസിറ്റി, ആ ഇനീഷ്യൽ വെലോസിറ്റിയെ സൂചിപ്പിക്കുന്ന ലെറ്റർ ഏതാണെന്ന് നമ്മൾ ഇത്ര നേരം ഒന്നും പറഞ്ഞില്ല. യു ആണ്. ഇറ്റ് ഇസ് യു. ഫൈനൽ വെലോസിറ്റി വി. ചേഞ്ച് ഇൻ വെലോസിറ്റി കാണാൻ നമ്മൾ എന്താ ചെയ്യാം? ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി അല്ലേ? ലാസ്റ്റിൽ നിന്നും ഫസ്റ്റത്തത് മൈനസ് ചെയ്യാം. ദെൻ ടൈം ടേക്കൺ ഫോർ ദ ചേഞ്ചിന് നമ്മൾ ടി എന്ന അക്ഷരം ഉപയോഗിച്ച് സൂചിപ്പിക്കും. ഇറ്റ് ഈസ് 5 seconds. ദെൻ നമ്മളിവിടെ കാണുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി ഓർ ആക്സലറേഷൻ ആണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ഈ കോളം ഒന്ന് ഫില്ല് ചെയ്യാൻ പോവുകയാണ്. ഫില്ല് ചെയ്തതിന് ശേഷം വാട്ട് ഈസ് മീൻ ബൈ ആക്സലറേഷൻ നിങ്ങളെ പഠിപ്പിക്കും. റൈറ്റ്? നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ വാട്ട് ഈസ് മീൻ ബൈ ആക്സലറേഷൻ അതിൻ്റെ കുറേ ഡെഫിനിഷൻ പഠിക്കുക, അതല്ല വേണ്ടത്. ഡെയിലി ലൈഫിൽ അല്ലെങ്കിൽ എന്താണ് ആക്സലറേഷൻ എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണ് വേണ്ടത്. ഓക്കെ, അതിനാണ് ഇതൊക്കെ ചെയ്യുന്നത്. B2C നോക്കൂ, നമ്മൾ B2C എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു നമ്മളത്? B2C ഞാൻ മിസ് ടെക്സ്റ്റിൽ നോക്കിയിട്ട് പറയാം. B2C എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 meter/second നിന്നും 10 meter/second ആയിട്ട് മാറുകയാണ് ചെയ്തത്. ടൈം ഓഫ് 5 seconds, 5 seconds to 10 seconds, ടൈം എല്ലാം 5 seconds ആണ് കേട്ടോ എല്ലാത്തിലും. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി എന്തായിരുന്നു? ഇവിടെ 5 meter/second ആയിരുന്നു. ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 10 ആണ്, 10 meter/second. ചേഞ്ച് വെലോസിറ്റി എന്താവും? 10 - 5 ഇറ്റ് ഈസ് ഈക്വൽ ടു 5 meter/second. ടൈം ടേക്കൺ ഫോർ ദ ചേഞ്ചസ് 5 seconds. ലാസ്റ്റ് കോളത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ചേഞ്ച് ഇൻ വെലോസിറ്റിയെ നിങ്ങളോട് ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 5 ആണ്. 5 meter/second അതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. അതിന് യൂണിറ്റ് മിസ് പറഞ്ഞുതരാം എന്താന്ന് കേട്ടോ. ദെൻ C to D എന്ന് പറയുമ്പോൾ 10 തന്നെ, ഒരു മാറ്റമില്ല. ഇനീഷ്യലും 10 തന്നെ, 10 meter/second തന്നെ, ഫൈനലും 10 meter/second. അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി എത്രയായിരിക്കും? 10 - 10 എന്ന് പറഞ്ഞാൽ അവിടെ എന്തായിട്ട് മാറി? 0 ആവും അല്ലേ? 0 ആവും. അതിൻ്റെ ടൈം ടേക്കൺ എത്രയാണ്? 5 seconds. അപ്പോൾ ഇവിടെ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം എന്ന് പറഞ്ഞാൽ 0/5 ഈസ് ഈക്വൽ ടു 0. ദെൻ D to E എന്ന് പറഞ്ഞാൽ ഡിയിലുള്ള ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 10 meter/second. ഫൈനൽ വെലോസിറ്റി എന്താണെന്നറിയോ? 10ൽ നിന്നും എന്തായി മാറി? നമ്മൾ കുറയുകയാണ് ചെയ്തത്, 6 ആയി മാറി, 6 meter/second. അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി എങ്ങനെ കാണാം? V - U എന്ന് പറഞ്ഞാൽ 6 - 10. 6ൽ നിന്നും 10 കുറയ്ക്കാം. നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? 6 - 10 എന്ന് പറഞ്ഞാൽ നമുക്ക് മൈനസ് ചെയ്യാൻ അറിയില്ലെങ്കിൽ വലുതെന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ സൈൻ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 6 - 10 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് -4 meter/second. ടൈം ടേക്കൺ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? 5 seconds. അപ്പോൾ -4/5 എന്താ വരിക? -4/5 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുമെന്നറിയാമോ? ഞാനിവിടെ ആയിട്ട് മാറ്റി ചെയ്യാം. 4നെ നിങ്ങൾക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് അറിയില്ല, 0 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 0 കിട്ടും. പോയിന്റ് ഇടുക, 40 എന്ന് വരും അല്ലേ? 40 എന്ന് വന്നു കഴിഞ്ഞാൽ 8 5s are 40. അപ്പോൾ നിങ്ങൾക്ക് 0.8 എന്ന് കിട്ടും ഇവിടെ ആൻസർ. ദെൻ E to F എന്ന് പറഞ്ഞാൽ എന്താ? ഇനീഷ്യൽ വെലോസിറ്റി അവിടെ 6 meter/second ആണ്. ഫൈനൽ വെലോസിറ്റി 0, കാരണം സ്റ്റോപ്പായി, 0 meter/second ആണ്. ദെൻ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഫൈനൽ മൈനസ് ഇനീഷ്യൽ. 0 - 6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? -6 meter/second. 0 - 6 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ 6 എന്ന് 0 കുറയ്ക്കാം. നിങ്ങൾക്ക് മൈനസ് ചെയ്യാൻ, വലുതെന്ന് ചെറുത് കുറയ്ക്കാൻ എല്ലാവർക്കും അറിയാം. ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കാൻ ആർക്കും അറിയില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു ചെറിയ നമ്പറിൽ നിന്നും വലിയ നമ്പർ കുറയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ തന്നെ കുറയ്ക്കുക, എന്നിട്ട് ഒരു മൈനസ് സൈൻ അങ്ങോട്ട് കൊടുത്താൽ മതി. മനസ്സിലായോ? എളുപ്പമാണ്. ടൈം ടേക്കൺ ഫോർ ദ ചേഞ്ചസ് 5 seconds. ഇപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? -6/5. എങ്ങനെയാണ് 6നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക? നോക്കൂ, പോയിന്റ് ഇടുക, 1 ഇടില്ല, 1 5s are 5, റിമൈൻഡർ 1.0, 2 5s are 10. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 1.2 എന്ന് കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്? നമ്മളെന്താ കണ്ടത്? നിങ്ങൾ എന്താ കണ്ടുപിടിച്ചത്? നിങ്ങൾ കണ്ടുപിടിച്ചത് നമ്മുടെ ടേബിളിൽ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ലൈനിൽ തന്നിരിക്കുന്നത് എന്താണ്? A car is traveling along a straight line. During different time intervals, velocity of the car is given. So in some cases, its velocity increases.
In some cases, its velocity decreases. In some cases, its velocity remains constant. 3 കേസ് നമുക്ക് തന്നിട്ടുണ്ട്. വെലോസിറ്റി കൂടുന്നത്, വെലോസിറ്റി കുറയുന്നത്, ഒരേപോലെ നിൽക്കുന്നത്. ഇങ്ങനെ 3 കേസുകളും ഇതിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഒരു കാറ് പോകുമ്പോൾ, ഒരു വണ്ടി പോകുമ്പോൾ സ്വാഭാവികമായും സ്പീഡ് കൂടാം, സ്പീഡ് കുറയാം, ഒരേ വെലോസിറ്റി ആവാം. അപ്പോൾ ഈ 3 കേസ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ 5 സെക്കൻഡിൽ ഓരോ 5 സെക്കൻഡ്സിലുമുള്ള വെലോസിറ്റി ചേഞ്ചുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ 5 സെക്കൻഡ്സിന് പകരം നമ്മളൊക്കെ 1 സെക്കൻഡിൽ എത്രയെന്നാണ് ഇപ്പോൾ ഇവിടെ കണ്ടുപിടിച്ചത്. മനസ്സിലായി? ഈ ടേബിൾ നിങ്ങൾ എന്താ കണ്ടത്? വെലോസിറ്റി ചേഞ്ച് പെർ സെക്കൻഡാണ് നമ്മൾ കണ്ടുപിടിച്ചത്. മനസ്സിലായി? 5 സെക്കൻഡിലുള്ള വെലോസിറ്റി ചേഞ്ച് നമുക്ക് ഇവിടെ നോക്കിയറിയാം. 5 സെക്കൻഡിൽ എല്ലാത്തിനും നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 1 സെക്കൻഡിൽ എത്ര വെലോസിറ്റി ചേഞ്ച് വന്നു അതാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അതിനാണ് നമ്മൾ എന്ത് പറയുക? ആക്സിലറേഷൻ എന്ന് പറയാം. ആക്സിലറേഷൻ എന്ന് പറയാൻ എന്താ അറിയോ? ചേഞ്ച് ഇൻ വെലോസിറ്റി ഇൻ യൂണിറ്റ് ടൈം. ഒരു യൂണിറ്റ് ടൈം മീൻസ് വാട്ട്? 1 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് അല്ലെങ്കിൽ 1 അവർ. അതിനാണ് നമ്മളിവിടെ സാധാരണ സെക്കൻഡ്സ് എടുക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടൈമിൻ്റെ യൂണിറ്റ് എന്താണ്? ടൈമിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്താണ് നമ്മൾ പഠിച്ചതാണല്ലേ? ഇറ്റ് ഈസ് സെക്കൻഡ്സ്. അപ്പോൾ നമ്മളിവിടെ കണ്ടുപിടിച്ചത് എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി പെർ യൂണിറ്റ് ടൈം ആണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത്. ഓക്കെ, ഈ ചേഞ്ച് ഇൻ വെലോസിറ്റി പെർ യൂണിറ്റ് ടൈം എന്ന് പറയാം, അല്ലെങ്കിൽ പെർ യൂണിറ്റ് ടൈമിന് നമ്മൾ സാധാരണ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയാം. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റിയാണ് നിങ്ങളിവിടെ കണ്ടുപിടിക്കുക. ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റിയെ ഫിസിക്സിൽ വിളിക്കുന്ന പേരാണെന്ത്? ആക്സിലറേഷൻ. മനസ്സിലായോ എന്താണ് ആക്സിലറേഷൻ? അപ്പോൾ ടേബിൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് മിസ് വിചാരിക്കുന്നു. ഇനി ഞാനൊരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് ആക്സിലറേഷൻ ഞാനൊന്ന് എഴുതി പഠിപ്പിച്ചു തരാം. എങ്ങനെയാണ്, എന്താണ് ആക്സിലറേഷൻ നോക്കൂ. ആക്സിലറേഷൻ ഈ ആക്സിലറേഷന് എ എന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് ഫിസിക്സിൽ നമ്മൾ പറയാം, സ്മോൾ ലെറ്റർ എ. അപ്പോൾ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. അതായത് വെലോസിറ്റി ചേഞ്ച് ഇൻ യൂണിറ്റ് ടൈം. ഇതിനാണ് നമ്മൾ എന്ത് പറയുക? ആക്സിലറേഷൻ എന്ന് പറയാം. എത്ര ഒരു സെക്കൻഡിൽ കാറിൻ്റെ വെലോസിറ്റിയിൽ എന്ത് മൂവിങ് ബോഡി ആണെങ്കിലും അതിൻ്റെ വെലോസിറ്റി എത്ര കൂടി അല്ലെങ്കിൽ എത്ര കുറഞ്ഞു, അതിനാണ് നമ്മൾ സ്റ്റഡി ആയി നിന്ന ആക്സിലറേഷൻ ഉണ്ടാവില്ല. കാരണം എന്താണ്? വെലോസിറ്റി ചേഞ്ച് ചെയ്യുമ്പോൾ മാത്രമേ എന്തുണ്ടാവുള്ളൂ? ആക്സിലറേഷൻ ഉണ്ടാവുള്ളൂ. ഒരേപോലെ സ്പീഡിൽ പോവുകയാണെങ്കിൽ ദർ വിൽ ബി നോ ആക്സിലറേഷൻ. മനസ്സിലായോ? അപ്പോൾ നമ്മൾ എന്താ ആക്സിലറേഷൻ്റെ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി നമ്മൾ പറഞ്ഞല്ലേ, അല്ലെങ്കിൽ വെലോസിറ്റി ചേഞ്ച് ഇൻ യൂണിറ്റ് ടൈം. വെലോസിറ്റി ചേഞ്ച് ബൈ ടൈം, ഇതിനാണ് നമ്മൾ എന്ത് പറയുക? ആക്സിലറേഷൻ എന്ന് പറയുക. വെലോസിറ്റി ചേഞ്ച് കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ബൈ ടൈം. ഫൈനൽ വെലോസിറ്റി നമ്മൾ സൂചിപ്പിക്കുന്ന, ഇനീഷ്യൽ വെലോസിറ്റിയെ സൂചിപ്പിക്കുന്ന അക്ഷരമാണ് യു. ഫൈനൽ വെലോസിറ്റിയാണ് വി. ഫൈനൽ വി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി യു ബൈ ടൈം. ടൈം മീൻസ് ടൈം ചേഞ്ച് ആണ് കേട്ടോ. അതായത് ഇപ്പോൾ 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന വെലോസിറ്റി 50 മീറ്റർ പെർ സെക്കൻഡ് ആയി. അപ്പോൾ ആ 10 മുതൽ 50 ആവാൻ വരെ എത്ര ടൈം എടുത്തു? ആ ടൈമിനാണ് ഈ ടൈം കേട്ടോ, അതായത് ഏതെങ്കിലും ടൈം അല്ല. അപ്പോൾ എ കാണാനുള്ള നമ്മൾ ഇക്വേഷൻ എന്താണ്? എ ഇസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. ദാറ്റ് മീൻസ് ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ബൈ ടൈം. ഇനി എങ്ങനെ യൂണിറ്റ് കണ്ടുപിടിക്കുക? നമുക്ക് യൂണിറ്റ് ഓഫ് ആക്സിലറേഷൻ ആണ് കണ്ടെത്തേണ്ടത്. യൂണിറ്റ് ഓഫ് ആക്സിലറേഷൻ ഞാൻ പറഞ്ഞിരുന്നു, ഓരോന്നിൻ്റെ യൂണിറ്റ് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അപ്പോൾ എ ഇസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. ആക്സിലറേഷൻ യൂണിറ്റാണ് കാണുന്നത്. വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി, യു ആണെങ്കിലും വെലോസിറ്റി, രണ്ടും വെലോസിറ്റി ആണ്. അപ്പോൾ ഒരു വെലോസിറ്റി മറ്റൊരു വെലോസിറ്റി മൈനസ് ചെയ്ത് നമുക്ക് കിട്ടുന്ന വെലോസിറ്റി തന്നെയായിരിക്കും. വെലോസിറ്റിൻ്റെ യൂണിറ്റ് നമ്മൾ പഠിച്ചല്ലേ, മീറ്റർ പെർ സെക്കൻഡ്. ബൈ ടൈമിൻ്റെ യൂണിറ്റ് എന്താണ്? ഇറ്റ് ഈസ് ഓൾസോ സെക്കൻഡ്. അപ്പോൾ മീറ്റർ ഇതാണ്, ഇത് മീറ്റർ പെർ സെക്കൻഡ് എന്നാണത് അല്ലേ. നമ്മൾ എന്താ ചെയ്യുക? ഒരു ഫ്രാക്ഷനെ മറ്റൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്ട് നമ്മൾ എന്താ ചെയ്യുക? ഇതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ അല്ലേ. സെക്കൻഡിൻ്റെ റെസിപ്രോക്കൽ എന്താണ്? 1/2 സെക്കൻഡ്.
2ന്റെ റെസിപ്രോക്കൽ 1/2, 100ന്റെ റെസിപ്രോക്കൽ 1/100, mന്റെ റെസിപ്രോക്കൽ 1/m, xന്റെ റെസിപ്രോക്കൽ 1/x. സോ എസിന്റെ റെസിപ്രോക്കൽ എന്താണ് 1/second. അതുകൊണ്ട് ഇൻറ്റു ചെയ്യും 1/second. അപ്പോൾ മീറ്റർ ഇൻറ്റു മീറ്റർ മീറ്റർ, സെക്കൻഡ് ഇൻറ്റു സെക്കൻഡ് സെക്കൻഡ് സ്ക്വയർ. യൂണിറ്റ് ഓഫ് ആക്സിലറേഷൻ എന്താണ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, ഇനി നമ്മൾ മറ്റൊരു കാര്യം ഇവിടെ പഠിക്കാനുണ്ട്. എന്താണെന്നറിയോ? വെലോസിറ്റി ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി, ഡിസ്പ്ലേസ്മെന്റ് ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റി ആ കാറ്റഗറിയിൽ വരുന്ന ആളാണ് ആര്? ആക്സിലറേഷൻ. ഇറ്റ്സ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഇറ്റ് ഹാവ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. ഏതെങ്കിലും ഒന്ന് ചേഞ്ച് ചെയ്താൽ തന്നെ എന്തുണ്ടാവും? ആക്സിലറേഷൻ ഉണ്ടാവും. ഒരു ബോഡി ഒരേപോലെ പോവാണ്, വെലോസിറ്റി പക്ഷെ നമ്മൾ പഠിച്ചതാണ് അല്ലേ, ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വെലോസിറ്റി ചേഞ്ച് ചെയ്യും. അതേപോലെ തന്നെയാണ് ആക്സിലറേഷൻ. ഇറ്റ്സ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഇപ്പോൾ കുറേ ക്വാണ്ടിറ്റീസ് തന്നിട്ട് നിങ്ങളോട് അതിന് സ്കാലർസ് പിക്ക് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ വെക്ടേഴ്സ് പിക്ക് ചെയ്യാൻ പറയും. അപ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കണം ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ, ഇതൊക്കെ എന്താണ്? വെക്റ്റർ ക്വാണ്ടിറ്റീസ് ആണ്. റൈറ്റ്? അപ്പോൾ നിങ്ങൾ യൂണിറ്റ് ഓഫ് ആക്സിലറേഷൻ എന്താണെന്ന് പഠിച്ചല്ലോ. അപ്പോൾ നമുക്ക് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ അടുത്ത കാര്യം എന്താണെന്ന് നോക്കാം. എന്താണ് അടുത്ത കാര്യം പറഞ്ഞിരിക്കുന്നത് നോക്കാം. ആക്സിലറേഷൻ എന്താണ്, അതിൻ്റെ യൂണിറ്റ് എന്താണ് എന്നൊക്കെ എന്നോട് തന്നിട്ടില്ല കേട്ടോ, നോക്കിക്കോളൂ. നമ്മൾ ചെയ്തു. ഇനീഷ്യൽ വെലോസിറ്റി ആൻഡ് ഫൈനൽ വെലോസിറ്റി എന്താണെന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. The initial velocity of a body is 0 whenever the body starts from rest. Initial velocity 0. റെസ്റ്റിലുള്ള ബോഡി ആണെങ്കിൽ എന്താവും? Initial velocity 0. Or it's subject for a free fall. The final velocity is 0 when a body comes to rest. Final velocity 0 എപ്പോഴാണ്? ഒരു ബോഡി ഇങ്ങനെ വന്നിട്ട് ഒറ്റ വീഴല്, റെസ്റ്റായി, അല്ലെങ്കിൽ കാറ് പോയിട്ട് റെസ്റ്റായി. റെസ്റ്റ് ആവുന്ന കേസിൽ എന്തായിട്ട് മാറും? ഫൈനൽ വെലോസിറ്റി 0 ആവും. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി 0. എന്നോട് പറഞ്ഞിരിക്കുന്നത് ഓർ ഈ സബ്ജക്ട് ഫോർ എ ഫ്രീ ഫോൾ എന്നാണ്. ഫ്രീ ഫോൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം, താഴെ ഫ്രീ ഫോൾ എന്താണെന്നൊക്കെ ഉണ്ട്, അപ്പം മിസ് പറഞ്ഞുതരാം കേട്ടോ. When a body is thrown up, the final velocity will be 0 when it reaches the topmost position. അതായത് ഇപ്പം നിങ്ങളൊരു കല്ലെടുത്ത് മുകളിലോട്ട് എറിഞ്ഞു. മുകളിലോട്ട് എറിഞ്ഞാൽ ആ കല്ലിങ്ങനെ അങ്ങ് പോവുമോ? പോവില്ല. ആ കല്ല് എപ്പോഴാണ് താഴെ വീഴുക? കുറേ, അതായത് അതിൻ്റെ മുകളിലോട്ട് പോകുമ്പോൾ വെലോസിറ്റി കുറഞ്ഞ് വെലോസിറ്റി എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. കല്ലിൻ്റെ കുറച്ചങ്ങോട്ട് എത്തിക്കഴിയുമ്പോൾ ഏത് പോയിന്റിൽ വെച്ചാണോ വെലോസിറ്റി 0 ആവുന്നത് പിന്നെ അങ്ങ് പോകാൻ പറ്റില്ല. അപ്പോൾ അത് താഴത്തോട്ട് വരും. താഴേക്ക് വരുമ്പോൾ ഭൂമി ഇങ്ങനെ എർത്ത് അതിനെ അട്രാക്ട് ചെയ്യുന്നുണ്ടല്ലേ, അപ്പോൾ അവിടെ എർത്തിൻ്റെ അട്രാക്ഷനും കൂടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ വെലോസിറ്റി കൂടും. എർത്തിൻ്റെ സെൻറ്ററിലേക്ക് വരുന്തോറും അട്രാക്ഷൻ കൂടിയിട്ട് വെലോസിറ്റി കൂടി വരും. അപ്പോൾ ഈ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ വെലോസിറ്റി 0 ആണ്. ടച്ച് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് അതിന് മാക്സിമം വെലോസിറ്റി ഉണ്ടാവും കേട്ടോ. നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഒരു ബോഡി അപ്പാണെങ്കിൽ, മൂവിങ് അപ്വേർഡ് ആണെങ്കിൽ ഇറ്റ്സ് വെലോസിറ്റി ഡിക്രീസ് ചെയ്തിട്ട് ആൻഡ് ഇറ്റ് ഗെറ്റ് 0. വെൻ ഇറ്റ് ഗെറ്റ് 0 ഇറ്റ് സ്റ്റാർട്ട്സ് ഫാളിങ് ഡൗൺ, താഴത്തോട്ട് വീഴാൻ തുടങ്ങും. എന്നിട്ട് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്താൽ വെൻ ഇറ്റ് ടച്ചസ് ദ ഗ്രൗണ്ട് ഇറ്റ്സ് വെലോസിറ്റി ബിക്കം 0. പക്ഷെ അതിൻ്റെ തൊട്ട് മുൻപത്തെ പോയിന്റിൽ അതിന് മാക്സിമം വെലോസിറ്റി ആയിരിക്കും. ഓക്കെ, ഇനി നോക്കൂ, ആക്സിലറേഷൻ ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി. നമ്മൾ പറഞ്ഞാണ് അല്ലേ, ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം, v minus u by t. Acceleration is a vector quantity. സംശയമില്ലല്ലോ. Notice some situations in which acceleration occurs. Acceleration ഉണ്ടാവുന്ന the motion of a coconut falling from a coconut tree. അതായത് കോക്കനട്ട് ട്രീയിൽ നിന്ന് താഴത്തോട്ട് വീഴാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു, അതായത് ഒരു സാധനം താഴത്തോട്ട് വീഴുമ്പോൾ, തേങ്ങ താഴേക്ക് വീഴുമ്പോൾ അതിൻ്റെ വെലോസിറ്റി കൂടി വരും. ഒരു സെക്കൻഡ് കഴിയുമ്പോഴത്തെ വെലോസിറ്റി അല്ല അടുത്ത ഒരു സെക്കൻഡിൽ. അപ്പോൾ അതിൻ്റെ അടുത്ത ഒരു സെക്കൻഡിൽ അങ്ങനെയല്ല. അപ്പോൾ അതിനെന്തുണ്ടാവും? വെലോസിറ്റി ചേഞ്ച് ചെയ്താൽ ബോഡിക്ക് എന്തുണ്ടാവും? ആക്സിലറേഷൻ ഉണ്ടാവും. മനസ്സിലായോ? ഗ്രൗണ്ട് ടച്ച് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് അതിന് മാക്സിമം വെലോസിറ്റി ഉണ്ടാവും. ഈ മൂവിങ് ബോൾ കംസ് ടു റെസ്റ്റ്. മൂവിങ് ബോൾ എന്ന് പറഞ്ഞാൽ ഒരു മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോൾ റെസ്റ്റിലേക്ക് വരികയാണ്. അപ്പോഴും അതിൻ്റെ വെലോസിറ്റി കുറഞ്ഞു വന്നിട്ടാണ് റെസ്റ്റിലേക്ക് മാറുക. ദ മോഷൻ ഓഫ് എ ബോൾ റോളിംഗ് ഡൗൺ എ ഹിൽ. അതൊരു കുന്നിൻ്റെ മുകളിൽ നിന്നും താഴത്തോട്ട് നിന്ന് വീഴുന്ന ഒരു ബോൾ. അപ്പോഴും അതിൻ്റെ വെലോസിറ്റി അത് സംഭവിക്കും.
മോഷൻ ഓഫ് എ ബോൾ റോളിംഗ് ഡൗൺ എ ഹിൽ എന്ന് പറഞ്ഞാൽ താഴത്തോട്ട് ഇങ്ങനെ വീഴാണ് അല്ലേ. താഴത്തോട്ട് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്നതിന് മുമ്പ് വരെ വെലോസിറ്റി ഉണ്ടാവും. അപ്പം അത് കഴിഞ്ഞു. ഇനി എന്താ അടുത്തതിൽ പറഞ്ഞിരിക്കുന്നത് നോക്കൂ. അവിടെ വേറൊരു കാര്യം കൂടെയുണ്ട് നിങ്ങളുടെ അവിടെ ലാസ്റ്റിൽ നോക്കൂ. അവിടെ ദി ആക്സിലറേഷൻ പ്രൊഡ്യൂസ്ഡ് ഇൻ എൻ ഒബ്ജെക്ട് falling down freely due to the gravitational force of earth is acceleration at that place. അതായത് നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ബോഡി the acceleration produced in an object falling down freely due to the gravitational force of earth is the acceleration at that place. അപ്പോൾ നമ്മളൊരു സ്ഥലത്തുള്ള ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ, ഒരു ബോഡി താഴേക്ക് വീഴാണ്. താഴേക്ക് വീഴുന്ന ബോഡിയുടെ ഫോളിങ് നമ്മൾ എപ്പോഴാണ് ഫ്രീ ഫോൾ എന്ന് പറയാമെന്നറിയോ, ഞാനിപ്പോൾ ഒരു കോയിൻ എടുത്ത് താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ അവിടെ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നുമില്ലാതെ ഈ കോയിൻ താഴേക്ക് വീഴാണ്. എന്തിന് സബ്ജക്റ്റ് ആയിട്ടാണ് വീഴേണ്ടത്? when a body falls subject only to gravitational force of earth. നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ, ന്യൂട്ടൺ തലയിൽ ആപ്പിൾ വീണപ്പോൾ ന്യൂട്ടൺ ചിന്തിച്ച കഥയൊക്കെ നിങ്ങൾ പഠിച്ചല്ലേ, ബോഡി എന്തുകൊണ്ടാണ് താഴത്തോട്ട് വീഴുന്നതെന്ന്. അപ്പോൾ താഴേക്ക് വീഴുന്ന ബോഡിയിൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ എങ്കിൽ ആ ഫോളിനെ നമ്മൾ എന്താ പറയാന്നറിയോ, ഫ്രീ ഫോൾ എന്നാണ് പറയാം. ഫ്രീ ഫോൾ മീൻസ് when an object fall subject only to gravitational force of earth, then its falling is called as free fall. അപ്പോൾ ഫ്രീ ഫോൾ ഉള്ളൊരു ബോഡിക്ക് എന്തുണ്ടാവും നമ്മൾ പറഞ്ഞത്, എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ട് ആ ബോഡിയുടെ വെലോസിറ്റി ഇങ്ങനെ കൂടി വരും. നേരത്തെ പറഞ്ഞില്ലേ, ഇങ്ങനെ കൂടി വരും. അപ്പോൾ ഉണ്ടാവുന്ന വെലോസിറ്റി ചേഞ്ച്, അതായത് ആദ്യത്തെ ഒരു സെക്കൻഡിൽ ഉണ്ടാവുന്ന ചേഞ്ച് എത്ര, രണ്ടാമത്തെ ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ചേഞ്ച് എത്ര, മൂന്നാമത്തെ സെക്കൻഡിൽ ഉണ്ടാകുന്ന ചേഞ്ച് എത്ര, ആ ചേഞ്ചിനാണ് നമ്മൾ എന്ത് പറയുക, ആക്സിലറേഷൻ എന്ന് പറയാം. മനസ്സിലായോ? എന്താ പറഞ്ഞിരിക്കുന്നു നോക്കൂ. ആ ആക്സിലറേഷന് മറ്റൊരു പേര് കൂടി ഉണ്ട്, അതെന്താ പറയുക, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളിപ്പോൾ ഒരു ഇത് താഴത്തേക്ക് ഇടുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ ഇതിൽ പഠിക്കാനുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി മിസ് പറയുന്നത് എന്താ വെച്ചാൽ, ഭയങ്കരമായിട്ട് കാറ്റടിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താവും, അതിൻ്റെ ഫ്രീ ഫോൾ ആവില്ല. കാരണം എന്ത് സംഭവിക്കുക, ശരിക്കും സ്ട്രെയിറ്റ് ലൈനിൽ താഴത്തേക്ക് വീഴുമോ? ഇല്ല. അതിന് ചെറുതായിട്ട് അതിൻ്റെ മോഷനെ എന്ത് ബാധിക്കും, ഈ കാറ്റ് അങ്ങനത്തെ സമയങ്ങളിലൊക്കെ അത് കൂടുതലായിട്ട് ബാധിക്കും. മനസ്സിലായോ? അപ്പോൾ ഫ്രീ ഫോൾ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്ത് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ, എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ന്യൂട്ടൺ ഒരു എക്സ്പെരിമെൻ്റ് ഒക്കെ നടത്തിയിട്ടുണ്ട്. ഞാൻ മിസ് അതൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. വെറുതെ പറയുന്നത് എന്തിനാ, ചില ആളുകൾക്ക് ഈ ടോപ്പിക്ക് പഠിക്കാൻ മാത്രമേ ഇഷ്ടം ഉണ്ടാവുള്ളൂ. അപ്പോൾ പക്ഷെ അതെല്ലാം നമ്മൾ ചേർത്ത് പഠിക്കുന്നതാണ് രസം കേട്ടോ. മിസ് പറഞ്ഞുതരാം. ഇതിപ്പോൾ നമുക്ക് ഈ റിട്ടാർഡേഷനോട് ഒന്ന് എടുത്ത് തീർക്കണം, അതിനാണ്. നോക്കൂ, ഇനി അടുത്ത് നോക്കൂ. ഇവിടെ my name is Cheetah, I can run at a great speed. Do you know what my speed is? 25 meter per second to 30 meter per second. അതായത് ഒരു സെക്കൻഡ് കൊണ്ട് 20 മീറ്റർ അല്ലെങ്കിൽ 30 മീറ്ററോളം പോവും ചീറ്റ. മൈ സ്പീഡ് ചേഞ്ചസ് ഫ്രം 0 to 20 മീറ്റർ പെർ സെക്കൻഡ്. 2 സെക്കൻഡ് കൊണ്ട് 0 എന്നിരുന്ന സ്പീഡ് എത്രയും മാറും, 20 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് മാറും. മനസ്സിലായോ? സി ഹൗ ഗുഡ് മൈ ആക്സിലറേഷൻ. അപ്പം അത്രയും സ്പീഡിലൂടെ, ഏറ്റവും കൂടുതൽ സ്പീഡിൽ പോകാൻ പറ്റുന്ന ചീറ്റയ്ക്കാണ് കേട്ടോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ, ഇപ്പം നമ്മൾ പഠിച്ചതൊക്കെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്ത് പോകുന്നതാണ്. ചില കേസിൽ വെലോസിറ്റിക്ക് എന്ത് സംഭവിക്കുന്ന അറിയാം, ഡിക്രീസ് ചെയ്യും. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, കാറ് 10 മീറ്റർ പെർ സെക്കൻഡ് 6 മീറ്റർ പെർ സെക്കൻഡ് എന്നതിൽ നിന്നും 0ലേക്ക് വന്നു. അപ്പം നമ്മൾ മൈനസ് എന്ന് എഴുതിയില്ലേ, അതേപോലെ 10 to 6 ആയി. അപ്പോൾ അവിടെയൊക്കെ എന്താണ്, രണ്ട് കേസിലും വെലോസിറ്റി ഡിക്രീസ് ചെയ്യാണ് ചെയ്തത്. ഈ ഡിക്രീസ് ഇൻ വെലോസിറ്റിയെ നമ്മൾ പറയുന്ന പേരാണെന്ത്, റിട്ടാർഡേഷൻ അല്ലെങ്കിൽ ഡിസിലറേഷൻ എന്ന് പറയും കേട്ടോ. Does the velocity examine table and find out whether the velocity of car increase or decrease when it moves from D to E. ഡിയിൽ നിന്നും ഇയിലേക്ക് പോകുമ്പോൾ അതിൻ്റെ കുറയാണ് ചെയ്തത്. 10 മീറ്റർ പെർ സെക്കൻഡ് എന്നത് എന്തായിട്ട് മാറി,
6 meter per second ആയിട്ട്. അപ്പോൾ വെലോസിറ്റി ഡിക്രീസ് ചെയ്യാണ് ചെയ്തത്. വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി? നമ്മൾ കണ്ടെത്തിയതാണ് അല്ലേ. ഇ ടു എഫിലേക്ക് പോകുമ്പോഴെന്താണ് സംഭവിച്ചത്? 6 meter per second എന്നുള്ളത് എന്തായിട്ട് മാറി? 0 ആയിട്ട് മാറി. അപ്പോൾ ഇവിടെ ഡിഡിൻറ്റ് യു ഒബ്സർവ് ദി ആക്സിലറേഷൻ ഇസ് നെഗറ്റീവ് ഹിയർ. ചില കേസിൽ ആക്സിലറേഷൻ എന്തായിട്ട് മാറും? നെഗറ്റീവായിട്ട് മാറും. ദിസ് കൈൻഡ് ഓഫ് ആക്സിലറേഷൻ ഈസ് കോൾഡ് ആസ് റിട്ടാർഡേഷൻ. അപ്പോൾ റിട്ടാർഡേഷൻ അല്ലെങ്കിൽ ഡിസിലറേഷൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് ആക്സിലറേഷൻ. സ്പീഡ് കുറയുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? റിട്ടാർഡേഷൻ എന്ന് പറയും. അതിൻ്റെ യൂണിറ്റ് ഒക്കെ എന്ത് തന്നെയാണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ തന്നെയാണ്, മാറ്റമൊന്നുമില്ല. ഫൈൻഡ് ഔട്ട് വെദർ ദ ആക്സിലറേഷൻ ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഇൻ എ ഗിവൺ സിറ്റുവേഷൻ. എ ബോൾ റോളിംഗ് ഓൺ എ ലെവൽ ഗ്രൗണ്ട്. ഒരു ബോള് ലെവൽ ഗ്രൗണ്ടിൽ ഇങ്ങനെ റോൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ അതിൻ്റെ മോഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ആക്സിലറേഷൻ ആണോ ഡിസിലറേഷൻ ആണോ എന്നാണ് നമ്മളോട് ടെക്സ്റ്റിൽ ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ആക്സിലറേഷൻ ആയിരിക്കോ എ ബോൾ റോളിംഗ് ഓൺ എ ലെവൽ ഗ്രൗണ്ട് ആണ്. അതായത് ഒരു ഗ്രൗണ്ടിൽ ബോൾ ഇങ്ങനെ റോൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ബോൾ ഇങ്ങനെ എപ്പോഴും റോൾ ചെയ്തുകൊണ്ടിരിക്കില്ല. കുറച്ച് കഴിയുമ്പോൾ എന്താവും? അതിൻ്റെ മോഷൻ സ്റ്റോപ്പായി പോകും അല്ലേ. അപ്പോൾ എന്താണ്? അവിടെ വെലോസിറ്റി കുറയാണ്. വെലോസിറ്റി പോസിറ്റീവ് ആയിരിക്കുമോ നെഗറ്റീവ് ആയിരിക്കും? അവിടെ കുറഞ്ഞു വരികയാണ്. അപ്പോൾ അവിടെ വെലോസിറ്റി എന്ത് ചെയ്യാണ്? കുറയും. അതായത് ഇനീഷ്യൽ വെലോസിറ്റിയേക്കാൾ കുറവായിരിക്കും ഫൈനൽ വെലോസിറ്റി. അപ്പോൾ ഫൈനൽ വെലോസിറ്റി നമ്മൾ ഇനീഷ്യൽ വെലോസിറ്റി മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? നെഗറ്റീവാണ് കിട്ടുക. എ ട്രെയിൻ സ്റ്റാർട്ടിങ് ഫ്രം ദ സ്റ്റേഷൻ. അവിടെ എന്താണ്? ട്രെയിൻ തുടങ്ങുമ്പോൾ ചെറിയ വെലോസിറ്റി ആയിരിക്കും അല്ലേ. പിന്നെ കൂടി നല്ല വെലോസിറ്റിയിലാണ്ട് പോകും. അപ്പോൾ അവിടെ എന്താ കിട്ടുക? ഫൈനലിന് ഇനീഷ്യൽ കുറയ്ക്കുമ്പോൾ പോസിറ്റീവ് കിട്ടും. ദ മോഷൻ ഓഫ് എ സ്റ്റോൺ ത്രോൺ അപ്പ് വെൻ ഇറ്റ് ഗോസ് അപ്പ് ആൻഡ് കംസ് ഡൗൺ. മുകളിലോട്ട് പോകുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ വെലോസിറ്റി കുറഞ്ഞ് 0 ആവും. താഴേക്ക് വരുമ്പോൾ വെലോസിറ്റി കൂടി വരും. മുകളിലോട്ട് പോകുമ്പോൾ അവിടെ നെഗറ്റീവും, താഴേക്ക് വരുമ്പോൾ എന്തായിട്ട് മാറും? പോസിറ്റീവുമായിട്ട് മാറും. Aren't you now familiar with the concepts of speed and acceleration? The speed of vehicles increases when there is acceleration. Excessive speed of vehicles may result in accidents. ഒക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് അല്ലേ. We can minimize accidents, death due to accidents to a greater extent if we obey traffic rules and signals put up on the side of the roads. അപ്പം നമ്മൾ റോഡ് സൈഡിൽ വെച്ചിരിക്കുന്ന സിഗ്നൽസ് ആണ്. സ്പീഡ് ത്രിൽസ് ബട്ട് കിൽസ്, ഡോണ്ട് മിക്സ് ഡ്രിങ്ക് വിത്ത് ഡ്രൈവ്, ബെറ്റർ ലേറ്റ് ദാൻ നെവർ, വിയർ ഹെൽമെറ്റ്സ് വൈൽ ഡ്രൈവിംഗ് മോട്ടോർ സൈക്കിൾ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടോ. നിങ്ങളോട് എന്തെങ്കിലും ഒരു ഇതുപോലത്തെ പോസ്റ്റർ ഉണ്ടാക്കാനൊക്കെ പറയും. Are the deaths caused by accidents the result of negligence and excess speed of vehicles? അപ്പോൾ നമുക്കറിയാം അല്ലേ, സ്പീഡ് കൂടുതലായതും അല്ലെങ്കിൽ നമ്മളുടെ ഭാഗത്തുണ്ടാവുന്ന ഒരു പരിധി വരെ നമ്മളുടെ ഭാഗത്തുണ്ടാവുന്ന അശ്രദ്ധയും ഒക്കെയാണ് ആക്സിഡൻസിൻ്റെ കാരണങ്ങൾ. അപ്പോൾ ഡോണ്ട് യു തിങ്ക് ദാറ്റ് ദ കെയർലെസ്നെസ് ഓഫ് പെഡസ്ട്രിയൻസ് ഇസ് ഓൾസോ വൺ ഓഫ് ദ റീസൺ. നമ്മൾ കാൽനട യാത്രക്കാരാണെങ്കിലും എങ്ങനെയാണ് ശ്രദ്ധിക്കാതെ വണ്ടിക്കാർ വേണേൽ നോക്കിക്കോട്ടെ പറഞ്ഞിട്ട് നമ്മളങ്ങ് പോകും. അപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പ്രിക്കോഷൻസ് എടുക്കേണ്ടതെന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കുക എന്തൊക്കെ പ്രിക്കോഷൻസാണ് നിങ്ങൾ എടുക്കുക. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് കേട്ടോ ഒരിക്കൽ. വാക്ക് അലോങ് ദ ഫുട്പാത്ത് ഓൺലി, വാക്ക് ഓൺലി, അതായത് നമ്മൾ ഫുട്പാത്ത് ഉണ്ടാവും അത് കൂടെ നടക്കുക. വാക്ക് ഓൺലി അലോങ് ദ റൈറ്റ് സൈഡ് ഓഫ് ദ റോഡ്, നമ്മളെപ്പോഴും റോഡിൻ്റെ റൈറ്റ് സൈഡിലൂടെ മാത്രം നടക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വാഹനങ്ങൾ ഇങ്ങോട്ട് വരുന്നത് കാണാൻ പറ്റും, മനസ്സിലായോ? അതാണ് നമ്മൾ ഓപ്പോസിറ്റുള്ള വാഹനങ്ങൾ ഇങ്ങോട്ട് വരുന്നത് കാണാൻ പറ്റും. ക്രോസ് റോഡ്സ് ഓൺലി അറ്റ് സീബ്ര ക്രോസിംഗ്, സീബ്ര ക്രോസിങ്ങിലൂടെ മാത്രം ക്രോസ് ചെയ്യാം. വൈൽ വാക്കിംഗ് അലോങ് ദ റോഡ് ലേറ്റ് ഇൻ ദ ഈവനിങ് ഓർ നൈറ്റ് അവോയ്ഡ് വിയറിംഗ് ബ്ലാക്ക് ഓർ ഡാർക്ക് കളർഡ് ക്ലോത്ത്സ്. അപ്പോൾ നിങ്ങൾ നടന്നു പോകുന്ന ആൾക്കാരാണെങ്കിൽ എപ്പോഴും ഈ രാത്രിയൊക്കെ പോകുമ്പോൾ ഒരുമാതിരി കറുത്ത കളറുള്ള ഡ്രസ്സൊന്നും ഇട്ട് പോകരുത്. അപ്പോൾ വണ്ടിക്കാർക്ക് കാണാൻ പറ്റില്ല, അതാണ് കാരണം. ഇപ്പോൾ ചിലരൊക്കെ രാത്രിയൊക്കെ നമ്മളിങ്ങനെ പോകുമ്പോൾ സൈക്കിളൊക്കെ ഓടിച്ച് പോകുന്ന വലിയ ആൾക്കാരെ കാണാം. അപ്പോൾ അവരൊക്കെ ഒരു തരം ക്യാപ്പ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പുതിയതാണെന്ന് തോന്നുന്നുണ്ട്, ഇങ്ങനെ ലൈറ്റൊക്കെ ആയിട്ടുള്ള ഒരു ക്യാപ്പ്. അതായത് അപ്പോൾ ലൈറ്റ് വരുമ്പം കാണാൻ പറ്റും, ലൈറ്റ് ഇങ്ങനെ തിളങ്ങുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും ഒരു സൈൻ അതിൽ വെക്കുക എന്നുള്ളതാണ്, മനസ്സിലായോ? ഇനി നിങ്ങളോട് ഇത് ജസ്റ്റ് ഒരു കോളം കൊടുത്തിരിക്കുകയാണ്, വായിച്ച് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളിനി അതിൻ്റെ
വേറെ കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം അല്ലേ. ലെറ്റേഴ്സ് അതല്ലേ നല്ലത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് പഠിക്കാം. പിന്നെ മിസ്സിന് എന്നും പറയാനുള്ളത് പോലെ തന്നെ സ്കൂളിൽ നിന്നും ക്ലാസ് കിട്ടാത്ത ആളുകളാണെങ്കിൽ മിസ്സിനൊരു ഓൺലൈൻ ട്യൂഷനുണ്ട്. ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ആണ് എടുക്കുന്നത്. പിന്നെ വൈകുന്നേരങ്ങളിൽ 6 മണി മുതൽ 7:30 വരെയാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ക്ലാസ് കിട്ടുന്നവരാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. ക്ലാസ് കിട്ടാത്തവരാണെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. 300 രൂപയാണ് ഫീസ്. അതായത് ഫിസിക്സിന് 100, കെമിസ്ട്രിക്ക് 100, മാത്സിന് 100 ഒരു മാസത്തേക്ക്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ ഇതിലൊരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾ ജോയിൻ ചെയ്യാം. ഇനി അങ്ങനെ അല്ല എങ്കിൽ ഒരു നമ്പർ ഉണ്ട്, നിങ്ങൾക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മിസ്സിനെ കിട്ടും. ഇനി എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. വേറെ ഒന്നുമില്ലല്ലോ. അപ്പോൾ തൽക്കാലം മിസ് നിർത്തുകയാണ്. അപ്പോൾ നിങ്ങൾ മിസ്സിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് മറക്കല്ലേ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം, കാണണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇങ്ങനൊരു മിസ് ഉണ്ടെന്ന് എല്ലാവരോടും പറയണം. ഓക്കെ. അപ്പോൾ നല്ല കുട്ടികളായിട്ട് പഠിക്കും. റൈറ്റ്. ശരി.